ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്, ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നുള്ള കാര്യം. അതൊന്നും അറിയാതെയാണ് ഞാൻ എടുത്തു ചാടി അങ്ങോട്ട് പോയതും ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായത്. വനിതാ സെല്ലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കംഫർട്ടാവുന്നതാണ്. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയാണ് ഞാൻ അവിടെ ആ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെന്നങ്ങ് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്, അതൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ കാര്യം കൂടെയാണ്. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇടതുവശത്തൂടെ നടക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പോലീസുകാരുമായിട്ടൊക്കെ സംവദിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ബേസിക് ആയിട്ടുള്ളൊരു അവയർനെസ് എല്ലാ ജനങ്ങളിലും എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഏറെക്കുറെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ പോലും ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ബേസിക് അവയർനെസ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും കൂടെ എൻ്റെ ഒരു അപേക്ഷയാണ്. എന്തായാലും ഞാനിത് വിഡ്രോ ചെയ്യൊന്നുമില്ല. ഇത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ ഉറപ്പായിട്ടും പോവും. ഞാൻ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ ശ്രീ ടിനി ടോമിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം, ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരള ഗവൺമെൻറ് എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. കാരണം ഏത് ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് മിനിസ്റ്റേഴ്സിൻ്റെ കൂടെയും കൂടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്ന തരത്തിൽ വിഷ്വൽസ് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഭയപ്പാടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കലും തെറ്റിൻ്റെ കൂടെ ഗവൺമെൻറ് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ന്യായത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ എന്തായാലും ഗവൺമെൻറ് നിൽക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്ക് അമ്മ സംഘടനയുടെ ഈസി ഗ്രൂപ്പിനൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈസിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ശ്രീ ടിനി ടോം തന്നെ എനിക്ക് നേരെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് എഴുതി അയച്ച മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് അൺപാർലമെൻ്ററി ആണെന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി ഇട്ടപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടിട്ടുണ്ട്, ഇത് പാർലമെൻറ്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ല എന്ന്. ഡബിൾ ഡാഡി സിൻഡ്രോത്തിന് എനിക്കറിയാവുന്ന അർത്ഥം ഒന്നേ ഉള്ളൂ, ഇനി അതിന് നല്ലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ 17 പേരുള്ളൊരു ഈസി ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് ഇട്ടത്. അതുപോലും ചോദ്യം ചെയ്യാൻ ആ 17 പേരുള്ള ആ ഗ്രൂപ്പിൽ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുത്തിയതാണ്. മാധ്യമങ്ങളുടെ പ്രഷർ കാരണമാണ് എൻ്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കാമെന്ന് അമ്മയിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ആ മെയിൽ വന്നതിന് ശേഷം പിന്നീട് എനിക്കൊരു മെയിൽ വന്നിട്ടില്ല ആ സമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ചാനലുകളിലൂടെയാണ് കാണുന്നത് ഇന്ന ആൾക്കാരാണ് സമിതിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിതുവരെ ഒഫീഷ്യലി ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല ആരാണ് സമിതിയിലുള്ളതെന്ന്. അപ്പോൾ ഞാൻ കേട്ടു പ്രസിഡൻറ്റും സെക്രട്ടറിയും സമിതിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരോപണം ഉയർത്തിയ കൂട്ടത്തിൽ പ്രസിഡൻ്റ് ഉൾപ്പെടെ ആരോപണ വിധേയയാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയിൽ പ്രസിഡൻ്റ് ഇരിക്കാൻ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ പ്രസിഡൻ്റ് ഇരിക്കുന്ന ഒരു സമിതിയിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ പരാതി പറയാൻ വേണ്ടി വീണ്ടും പോവില്ല. കാരണം ഇതിൻ്റെ മുന്നേ പ്രസിഡൻറ്റിനോട് ഞാൻ പരാതി പറഞ്ഞപ്പോൾ ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറഞ്ഞ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻറ്റിൻ്റെ അരികെ ഞാൻ വീണ്ടും എന്തിന് പരാതിയുമായിട്ട് പോകണം? ഞാൻ എൻ്റെ മനസ്സിൽ വന്ന 3 പേരുകളാണ് ഞാൻ പറഞ്ഞത്. ധ്യാൻ ചേട്ടൻ, മാല പാർവതി ചേച്ചി, രമേശ് പിഷാരടി ചേട്ടൻ, ഇങ്ങനെ പേരുകൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ എൻ്റെ മെയിലിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ 3 പേരല്ലാന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് നിൽക്കാത്ത അമ്മ സംഘടനയിലെ ആരെ വേണമെങ്കിലും സമിതിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ ആരോപണ വിധേയരായിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആരും ആ സമിതിയിൽ ഉണ്ടാവാൻ പാടില്ല.